വ്യാപാരിയും ഭൂതവും. ഷഹറാസാദ് കഥ പറഞ്ഞു തുടങ്ങി. അനുഗ്രഹീതമായ മഹാരാജാവേ, ഒരു വ്യാപാരിയുടെ കഥ ഞാൻ പറയാം. പല രാജ്യങ്ങളുമായി കച്ചവടത്തിൽ ഏർപ്പെട്ടിരുന്ന ധനികനായൊരു പ്രമാണിയുണ്ടായിരുന്നു. ഒരിക്കൽ വ്യാപാരകാര്യത്തിനായി കുതിരപ്പുറത്ത് യാത്ര പുറപ്പെട്ട അയാൾ വെയിൽ മൂത്തപ്പോൾ ഒരു മരത്തണലിൽ വിശ്രമിച്ചു. സഞ്ചിയിൽ നിന്നും ഈത്തപ്പഴമെടുത്ത് തിന്നിട്ട് അതിന്റെ കുരു അയാൾ ദൂരെ എറിഞ്ഞു. പൊടുന്നനെ ഒരു ഭൂതം ഗർജിച്ചുകൊണ്ട് കയ്യിലൊരു വാളുമായി അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. നീ എന്റെ കുഞ്ഞിനെ കൊന്നു അല്ലേ? നിന്നെ ഞാൻ കൊല്ലും, ഭൂതം അലറി. അയ്യോ, ഞാൻ എപ്പോഴാണ് നിങ്ങളുടെ കുഞ്ഞിനെ കൊന്നത്? വ്യാപാരി അമ്പരന്നു. നീ ഈന്തപ്പഴക്കുരു ദൂരെ എറിഞ്ഞപ്പോൾ അത് പുറത്തു വീണ് എന്റെ കുഞ്ഞ് മരിച്ചു. മഹാനായ ഭൂതമേ, ഞാനൊരു വിശ്വാസിയാണ്, വ്യാപാരി പറഞ്ഞു. എനിക്ക് കള്ളം പറയാൻ അറിയില്ല. ഭാര്യയും കുട്ടികളും എന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നു. അവരോട് എനിക്ക് യാത്ര പറയണം. എന്നെ വിശ്വസിച്ച് പണം തന്നിട്ടുള്ള പലരുടെയും കണക്കുകൾ എനിക്ക് തീർക്കാനുണ്ട്. അങ്ങ് അനുവദിക്കുമെങ്കിൽ ഞാൻ വീട്ടിൽ പോയി എല്ലാ കടങ്ങളും തീർത്തിട്ട് വേഗം തിരിച്ചു വരാം. ഇത് സത്യം. പിന്നീട് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും എന്നെ ചെയ്തോളൂ. ഭൂതത്തിന് വ്യാപാരിയുടെ വാക്കുകളിൽ വിശ്വാസം തോന്നി. അടുത്ത വർഷാരംഭത്തിൽ തിരിച്ചെത്തിക്കൊള്ളാമെന്ന കരാറിന്മേൽ അയാളെ പോകാൻ അനുവദിച്ചു. വ്യാപാരി നാട്ടിലെത്തി കൊടുക്കൽ വാങ്ങലുകളെല്ലാം പൂർത്തിയാക്കി. സ്വത്തുക്കൾ ഭാര്യയുടെയും മക്കളുടെയും പേരിൽ എഴുതി വെച്ചു. എന്നിട്ട് നിശ്ചിത ദിവസം ബന്ധുമിത്രാദികളോട് യാത്ര പറഞ്ഞ് സ്വന്തം ശവക്കച്ചയുമായി ഭൂതത്തെ കണ്ട സ്ഥലത്ത് ചെന്നു. ഏതു നിമിഷവും വന്നെത്താവുന്ന മരണത്തെ പ്രതീക്ഷിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന വ്യാപാരിയുടെ സമീപത്ത് മാന്യനായൊരു ഷെയ്ഖ് വന്നു ചോദിച്ചു. അയാൾ ഒരു മാനിനെ ചങ്ങലയിൽ ബന്ധിച്ച് കയ്യിൽ പിടിച്ചിരുന്നു. ആഗതൻ വ്യാപാരിയെ അഭിവാദനം ചെയ്തിട്ട് ചോദിച്ചു, എന്താ ചങ്ങാതി, പ്രേതബാധകളെ ഈ സ്ഥലത്ത് തനിച്ചിരിക്കുന്നത്? വ്യാപാരി തന്റെ കഥ അയാളോട് പറഞ്ഞു. അത് കേട്ട ഷെയ്ഖ് അത്ഭുതം കൂറി. വിചിത്രമായിരിക്കുന്നു, നിങ്ങളെ പോലൊരു വിശ്വസ്തനെ കാണാൻ കിട്ടുന്നത് തന്നെ പ്രയാസം. എന്തായാലും ഭൂതം വരുന്നത് വരെ ഞാൻ ഇവിടെ ഇരിക്കാം. അതിന്റെ അന്ത്യം എന്താണെന്ന് എനിക്ക് അറിയണം. അയാൾ വ്യാപാരിയുടെ അടുത്തിരുന്നു. സംഭാഷണം തുടർന്നു. വ്യാപാരിയാകട്ടെ ദുഃഖഭാരം കൊണ്ട് ഇടയ്ക്കിടെ മോഹാലസ്യപ്പെട്ടു. അപ്പോഴതാ മറ്റൊരു ഷെയ്ഖ് 2 കറുത്ത വേട്ടനായ്ക്കളുമായി അവിടെ വന്നു. അയാൾ മറ്റു 2 പേരോടും ചോദിച്ചു, എന്താണ് അപകടം പിടിച്ച സ്ഥലത്ത് ഇരിക്കുന്നത്? അവർ ഇയാളുടെ കാര്യം പറഞ്ഞു. മൂന്നാമൻ അത് കേട്ട് നിലത്തിരുന്നില്ല. അതിനു മുമ്പേ മറ്റൊരു ഷെയ്ഖ് വന്ന് അയാൾ നടത്തിക്കൊണ്ടുവന്നത് ഒരു പെൺ കോവർ കൈതയാണ്. അയാളും മറ്റുള്ളവരുടെ കഥ കേട്ട് അവിടെ ഇരുന്നു. അല്പസമയത്തിനുള്ളിൽ ഒരു മണൽക്കൂന ഭൂമിയിൽ നിന്നും പൊന്തി വന്നു. അവരിരുന്ന പുൽത്തകടിലേക്ക് വന്നു. അതൊരു ഭൂതമായി നിലയുറച്ചു. മുമ്പ് വ്യാപാരി കണ്ട അതേ ഭൂതം. തീ പാർന്ന കണ്ണുകളും കയ്യിൽ തിളങ്ങുന്ന വാളുമുള്ള ഭീകര രൂപം. ഭൂതം വ്യാപാരിയെ പിടികൂടി. ഇങ്ങു വാ, എന്റെ പൊന്നു മോനെ കൊന്നതുപോലെ നിന്നെ ഞാൻ കൊല്ലട്ടെ എന്ന് പറഞ്ഞ് അയാളെ വലിച്ചു വെച്ചു. വ്യാപാരി ദയനീയമായി അലമുറയിട്ടു. അത്